അലി, ഈ ചായ കുടിക്കുമോനെ? എനിക്ക് വേണ്ട. ഇനി കുറച്ചു കഴിഞ്ഞ് ചായ ചോദിച്ചു വാ. ഞാൻ വരില്ല. ഉമ്മാക്ക് അറിയാഞ്ഞിട്ടാ. ഈ ചായയൊന്നും കുടിക്കാൻ പാടില്ല. ഇത്താത്ത, ഈ പൂവിന്റെ പേരെന്താ? ഇതാണ് മല്ലികപ്പൂ. ഇത്താത്ത, ഞാൻ നട്ട പയറുമണികളൊക്കെ മുളച്ചു. ദാ നോക്ക്, നല്ല ഭംഗിയുണ്ട്. നീ വളർന്നു വലുതായ നിന്റെ പയറുമണികളൊക്കെ ഞങ്ങൾ എടുക്കും. എന്നിട്ട് ഞങ്ങൾ ഉപ്പേരി ഉണ്ടാക്കി കഴിക്കും. നിനക്കൊന്നുപോലും കിട്ടില്ല. അല്ല, നിന്റെ പയർവിത്തുകളൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് നിനക്കെന്താ കാര്യം? അവനവന് പ്രിയപ്പെട്ടത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് പുണ്യം. നീ അതിന് വേഗം വെള്ളം ഒഴിച്ചു കൊടുക്ക്. വെള്ളം ഒഴിച്ചു കൊടുത്താ വേഗം പയറുണ്ടാവോ? വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പയർച്ചെടി വാടും. പയർച്ചെടിയെ വാടല്ലേ, ഞാൻ ഇപ്പം വെള്ളം കൊണ്ടുവരാം. ഒരു കാക്കക്കുഞ്ഞിനെ പിടിക്കണം. ഈ മരത്തിലാണെ കയറാനും പറ്റില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഐഡിയ. കാക്കക്കുഞ്ഞേ വാ, നിനക്ക് ഞാനൊരു കൂടുണ്ടാക്കി തരാം. അലി, ഓടിക്കോ. ഇത്താത്ത, അലി ഓടിക്കോ. ഉമ്മ, ഉപ്പ, ഉമ്മ ഓടി വരീ. എന്താ അവിടെ ഒരു ബഹളം? അലി കാക്കക്കൂട് താഴെ വീഴ്ത്താൻ നോക്കിയപ്പോ കാക്കകളെല്ലാം കൂടെ അവനെ ഓടിച്ചു. അല്ലാ, എന്നിട്ട് എന്റെ അലി എവിടെ? മോനെ, മാറിക്കോളി. കാക്ക ചായ ഉണ്ടോ ഉമ്മ? ചായ ഇല്ലല്ലേ? നീയല്ലേ പറഞ്ഞത് ചായ ഒന്നും കുടിക്കാൻ പറ്റില്ല എന്ന്? എല്ലാ ജീവികൾക്കും നമ്മെപ്പോലെ വേദനയും സങ്കടങ്ങളും ഒക്കെയുണ്ട്. ഒരു ജീവിയെയും വെറുതെ ഉപദ്രവിക്കരുത്. അവയോട് നമ്മൾ കരുണ കാണിക്കണം. എന്നാലേ അല്ലാഹു നമ്മോടും കരുണ കാണിക്കുകയുള്ളൂ. ഒരിക്കൽ പ്രവാചകന്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ കാട്ടിലൂടെ വരുമ്പോൾ പക്ഷിക്കുഞ്ഞുങ്ങളുടെ ശബ്ദം കേട്ടു. ഞാൻ ആ പക്ഷിക്കുഞ്ഞുങ്ങളെ എടുത്ത് ഒരു പെട്ടിയിലാക്കി. അപ്പോൾ അതിന്റെ തള്ളപ്പക്ഷി എനിക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. പ്രവാചകൻ പറഞ്ഞു,
താങ്കൾ പക്ഷിക്കുഞ്ഞുങ്ങളെ നിലത്ത് വെക്കുക. അയാൾ ആ പക്ഷിക്കുഞ്ഞുങ്ങളെ നിലത്ത് വെച്ചപ്പോൾ അതിന്റെ തള്ളപ്പക്ഷി വന്ന് അവയുടെ അടുത്തിരുന്ന് അവയെ വാത്സല്യത്തോടെ പരിചരിച്ചുകൊണ്ടിരുന്നു. അത് കണ്ട പ്രവാചകൻ അനുയായികളോട് പറഞ്ഞു, ഈ തള്ളപ്പക്ഷി അതിന്റെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന വാത്സല്യം കണ്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ? എന്നാൽ അല്ലാഹു തന്റെ അടിമകളോട് ഈ തള്ളപ്പക്ഷിയേക്കാൾ സ്നേഹമുള്ളവനാണ്. ആ പക്ഷിക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അവയുടെ കൂട്ടിൽ തന്നെ വെക്കാനും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അള്ളാഹുവിന് നമ്മോട് അങ്ങേയറ്റം സ്നേഹവും ഇഷ്ടവുമാണല്ലേ? അതെ, അല്ലാഹുവിന്റെ കാരുണ്യം കോരിച്ചൊരിയുന്ന മാസമാണ് വരാനിരിക്കുന്നത്, റമളാൻ. ഉപ്പ, റമളാൻ എന്ന് പറഞ്ഞാൽ എന്താ? അറബി മാസങ്ങളിലെ 9ാമത്തെ മാസത്തിന്റെ പേരാണ് റമളാൻ. അറബി മാസങ്ങൾ ഏതൊക്കെയാണെന്ന് മോൻ അറിയാമോ? ഇല്ല ഉപ്പ, അറബി മാസങ്ങളെ പറ്റിയുള്ള ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ടൊന്ന് പാടാമോ? പക്ഷേ എന്നേക്കാൾ നന്നായി പാടുന്നത് നിങ്ങളുടെ ഉമ്മയാ. ആ ഉമ്മ ഉമ്മ പ്ലീസ് ഉമ്മ, പ്ലീസ് ഉമ്മ. ഫാത്തിമ, കുട്ടികളുടെ ആഗ്രഹമല്ലേ, ഒന്ന് പാടിക്കൊടുക്ക്. ഉം. ഒന്നാം മാസം മുഹറം മാസം, 9ഉം 10ഉം നോമ്പുള്ള മാസം. 2ാം മാസം സഫർ മാസം, ഉണ്ടല്ലോ നന്മകളീ മാസം. 1ആം മാസം മുഹറം മാസം, 9ഉം 10ഉം നോമ്പുള്ള മാസം. 2ആം മാസം സഫർ മാസം, ഉണ്ടല്ലോ നന്മകളീ മാസം. 3ആം മാസം റബീഉൽ അവ്വൽ, മുത്ത് റസൂല് പിറന്ന മാസം. 4ആം മാസം റബീഉൽ ആഖിർ, എല്ലാവർക്കും നന്മ നിറയും മാസം. 3ആം മാസം റബീഉൽ അവ്വൽ, മുത്ത് റസൂല് പിറന്ന മാസം. 4ആം മാസം റബീഉൽ ആഖിർ, എല്ലാവർക്കും നന്മ നിറയും മാസം. 5ആം മാസം ജമാദുൽ അവ്വൽ, ഐശ്വര്യമേറെ നിറഞ്ഞ മാസം. 6ആം മാസം ജമാദുൽ ആഖിർ, ആദരവിൻ പൊലിവേറും മാസം. 5ആം മാസം ജമാദുൽ അവ്വൽ, ഐശ്വര്യമേറെ നിറഞ്ഞ മാസം. 6ആം മാസം ജമാദുൽ ആഖിർ, ആദരവിൻ പൊലിവേറും മാസം. 7ആം മാസം റജബ് മാസം, 7ആകാശം നബി പോയ മാസം. 8ആം മാസം ശഅബാൻ മാസം, എമ്പാടും നന്മകൾ പെയ്യും മാസം. 7ആം മാസം റജബ് മാസം, 7ആകാശം നബി പോയ മാസം. 8ആം മാസം ശഅബാൻ മാസം, എമ്പാടും നന്മകൾ പെയ്യും മാസം. 9ആം മാസം റമളാൻ മാസം, നന്മകൾ പൂത്തിടും പുണ്യമാസം. 10ആം മാസം ശവ്വാല് മാസം, മുത്തം കൊടുക്കും പെരുന്നാൾ മാസം. 9ആം മാസം റമളാൻ മാസം, നന്മകൾ പൂത്തിടും പുണ്യമാസം. 10ആം മാസം ശവ്വാല് മാസം, മുത്തം കൊടുക്കും പെരുന്നാൾ മാസം. 11ആം മാസം ദുൽഖഅദ മാസം, പരിശുദ്ധമായിടും പുണ്യമാസം. 12ആം മാസം ദുൽഹജ്ജ് മാസം, പിരിശേറും ഹജ്ജിന്റെ നല്ല മാസം. 11ആം മാസം ദുൽഖഅദ മാസം,
പരിശുദ്ധമായിടും പുണ്യമാസം 12-ാം മാസം ദുൽഹജ്ജ് മാസം പിരിശേറും ഹജ്ജിന്റെ നല്ല മാസം എല്ലാ മാസവും നല്ല മാസം. ആയിഷയുടെ ഉപ്പയും ഉമ്മയും എവിടേക്കാ പോയത്? വല്യമ്മയെയും വല്യപ്പയെയും കാണാൻ പോയതാ. ഞങ്ങൾ ചെന്നാൽ അവർക്ക് വലിയ സന്തോഷമാ. കുറേ നേരം സംസാരിച്ചിരിക്കും. കുടുംബക്കാരെ സന്ദർശിക്കുന്നത് പുണ്യമാണെന്ന് ഉമ്മ പറയാറുണ്ട്. അപ്പോ നിങ്ങൾ ഇന്ന് കുറെ നല്ല കാര്യങ്ങൾ ചെയ്തുല്ലേ? എങ്ങനെ? അല്ല, കുടുംബക്കാരെ സന്ദർശിക്കുന്നത് വലിയ പുണ്യമാണല്ലോ. ഓ, ഉപ്പക്ക് അത്തരം കാര്യങ്ങളിലൊക്കെ വലിയ താല്പര്യമാ. അലി, വീഴാതെ നോക്കണേ. ഓക്കേ താത്ത, ഞാൻ വീഴില്ല. അല്ലാ. ഞാൻ വീണു, ഒന്നും പറ്റിയില്ല. ആയിഷ, നിന്റെ ഉപ്പ വന്നു. എവിടെ? എന്നാ ഞാൻ പോട്ടെ. മോനെ അലി, വാ നമുക്ക് പോകാം. ഇനി നാളെ കളിക്കാം. കുറച്ചുകൂടെ കളിക്കട്ടെ ഉപ്പ. മോനെ, നമുക്ക് ടൗണിൽ പോയി മഗ്‌രിബിന് മുമ്പ് വീട്ടിലെത്തണം. വേഗം വാ. ആയിഷ, അലിയെയും കൂട്ടി വേഗം വാ. അലി, ഉമ്മ വിളിക്കുന്നു, വേഗം വാ. ആരാ മുമ്പിലെത്താ നോക്കാം. ഞാൻ ഫസ്റ്റ്. ആയിഷ, വേഗം കയറൂ. ആയിഷാന്നോ? അല്ല, ആയിഷ താത്ത. അലിക്കാക്ക, ഞാൻ കയറിക്കോട്ടെ? ഓക്കേ താത്ത. ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ഇനി നമ്മൾ പുതിയ ഡ്രസ് വാങ്ങാൻ പോകുന്നു. ഹായ്, ഏത് ഷോപ്പിലേക്കാ പോകുന്നേ? ഉപ്പ ഉപ്പ, കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ ഷോപ്പിൽ നിന്ന് വാങ്ങണ്ട കേട്ടോ. അതെന്താലി? അയാൾക്ക് ചിരിക്കാനേ അറിയില്ല. ഇപ്പോഴെന്തിനാ പുതിയ ഡ്രസ് എടുക്കുന്നേ? ഈദുൽ ഫിത്തർ വരികയല്ലേ, നിങ്ങൾക്ക് ഈദിന് പുതിയ ഉടുപ്പുകളൊക്കെ വേണ്ടേ? ഈദുൽ ഫിത്തറിന് ഇനി ഒരു മാസം കൂടി കഴിയണ്ടേ? ഇപ്പൊ തന്നെ എന്തിനാ വാങ്ങി വെക്കുന്നേ? നോമ്പ് അവസാനാവുമ്പോ വാങ്ങിയ പോരെ? റമളാനിലെ അവസാന നാളുകൾ ഷോപ്പിങ്ങിനുള്ളതാണെന്നാ മോളെ വിചാരം. മക്കളെ, വളരെ പുണ്യകരമായ റമളാനിലെ രാത്രികളും പകലുകളും ആരാധനകളിലും പ്രാർത്ഥനകളിലും മറ്റു നല്ല കാര്യങ്ങളിലും മുഴുകാനുള്ളതാണ്. പ്രത്യേകിച്ച് അവസാനത്തെ 10 രാപ്പകലുകൾ വളരെയധികം ശ്രേഷ്ഠതയുള്ളതാണ്. അപ്പോൾ നമ്മുടെ സമയം കൂടുതൽ ചെലവഴിക്കേണ്ടത് പിശാചിന് ഏറ്റവും പ്രിയപ്പെട്ട അങ്ങാടികളിലല്ല, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പള്ളികളിലാണ്. പക്ഷേ എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് റമളാനിലെ അവസാനത്തെ 10 ഷോപ്പിങ്ങിനുള്ളതാന്നാ.
ആ സമയത്ത് ടെക്സ്റ്റൈൽസിലൊക്കെ എന്തൊരു തിരക്കാലേ. അതുകൊണ്ടാണ് നമ്മൾ അത്തരം ജോലികളൊക്കെ നേരത്തെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചത്. എനിക്ക് പുതിയ ഉടുപ്പ് വാങ്ങുമല്ലോ. ഓ, നിനക്ക് മാത്രല്ല, എനിക്കും വാങ്ങും. നമുക്ക് എല്ലാവർക്കും വാങ്ങും, അല്ലേ ഉപ്പ? അലി, നമുക്ക് ഉമ്മച്ചിക്ക് പുതിയ ഉടുപ്പ് വാങ്ങണോ? വേണ്ടല്ലേ ഉപ്പ? ആഹാ, എന്നാ ഞാൻ മിണ്ടൂല. ഞാൻ വെറുതെ പറഞ്ഞതാ. എല്ലാവർക്കും വാങ്ങും, അല്ലേ ഉപ്പ? അസ്സലാമു അലൈക്കും. വാലേക്കുമുസ്സലാം. പെരുന്നാളിന് നേരത്തെ തന്നെ ഡ്രസ്സൊക്കെ വാങ്ങി വെക്കാൻ തീരുമാനിച്ചു അല്ലേ? അതെ ഉപ്പാപ്പ, ഇപ്പൊ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ റമളാൻ നഷ്ടപ്പെടുകയുമില്ല. അതെ അതെ, കേട്ടോ ഫാത്തിമ. അല്ലെങ്കിലും കാര്യങ്ങൾ വൃത്തിയായും ഭംഗിയായും ആസൂത്രണം ചെയ്യാൻ അബൂബക്കറിനെ കണ്ടു പഠിക്കണം. അലിമോനെ, ആയിഷമോളെ, ഉഷാറല്ലേ? ഉഷാറാ. നമുക്ക് ഉപ്പാനേക്കാളും ഉഷാറാവണമേ. ഉമ്മ, എനിക്ക് ഈ കുപ്പായം മതി. നല്ല ഭംഗിയുള്ള കളറ്. ഹായ്, എനിക്കിത് ഇഷ്ടായി. നോക്കട്ടെ. കാണാൻ നല്ല ചന്തണ്ട് ട്ടോ. ഇതെടുക്കാല്ലേ അലി? ഈ കുപ്പായോ? അതാ ആ പാൻസും. ആയിഷ, നീ സെലക്ട് ചെയ്ത് കഴിഞ്ഞോ? ഓ, ഇതൊക്കെ പാക്ക് ചെയ്തോളൂ. ഇനി എന്തെങ്കിലും? ഇത് മതി. ശരി. ഉമ്മ, എനിക്ക് അതും കൂടെ വേണം. ഏത്? ആ കുപ്പായം കൂടെ വേണം. ഒന്നും വാങ്ങിയില്ല അലി? അത് മതി മോനെ. എനിക്ക് അതും കൂടെ വേണം. എന്നാ നമ്മൾ ആദ്യം എടുത്തത് തിരിച്ചു കൊടുത്തിട്ട് പകരം ഇതെടുക്കാം. അല്ല, എനിക്ക് 2 കുപ്പായം വേണം. അലി, ഇപ്പൊ ഒരു ഷർട്ട് മതി. ആവശ്യമില്ലാതെ ഓരോന്ന് വാങ്ങരുത്. വേണോ? എനിക്ക് വേണോ? അലിക്കെന്തു പറ്റി? എന്തിനാ അവൻ പിണങ്ങിയിരിക്കുന്നത്? ദേ, അവന് 2 ഷർട്ട് വേണമെന്ന് പറഞ്ഞു വാശി പിടിച്ചിരിക്കുക. ഇനി അവൻ വിചാരിച്ചത് നടക്കാതെ അവന്റെ വാശി മാറില്ല. നമുക്കിതും കൂടെ വാങ്ങാം. വേണ്ട. കുട്ടികൾ വാശി പിടിക്കുന്നതിനനുസരിച്ച് ഓരോന്ന് വാങ്ങിക്കൊടുത്താൽ അവർക്കതൊരു ദുശ്ശീലമാകും. ഇത് ഞാൻ തന്നെ സോൾവ് ചെയ്തു തരാം. നിങ്ങൾക്ക് വേണ്ടത് എടുത്തോളൂ. ആഹാ, മോൻ ഇവിടെ ഇരിക്കുകയാണോ? വാ, മോൻ സെലക്ട് ചെയ്ത കുപ്പായ എവിടെ? ഉപ്പ കാണട്ടെ. ഇതാ, ഇതും അതും. നമ്മൾ പെരുന്നാളിന് വേണ്ട ഡ്രസ് എടുക്കാൻ വന്നതല്ലേ? മോൻ പെരുന്നാളിന് ഇതിലേത് കുപ്പായ ഇടുന്നത്? ഈ കുപ്പായോ? അപ്പോ ഈ കുപ്പായോ? അതും പെരുന്നാളിന്. അപ്പോ മോൻ പെരുന്നാളിന് 2 കുപ്പായ ഇട്ടോണ്ടാ പള്ളിയിൽ പോകുന്നത്? അലി ഉപ്പാന്റെ കുട്ടിയല്ലേ? നല്ല കുട്ടിയല്ലേ? അപ്പോ മോൻ ഇതിലേത് കുപ്പായ വേണ്ടത്? ഇത് മതി. വെരി ഗുഡ്. ഇത് നന്നായി പാക്ക് ചെയ്ത് വെക്കണേ. മോന് പെരുന്നാളിനിടാനുള്ളതാ.
അലിമോന്റെ കുപ്പായം എന്തൊരു ഭംഗിയാ. ഓ, ഇതെന്റെയാ, ഇത്താത്ത തൊടണ്ട. പെരുന്നാളിന് അലിമോൻ പുതിയ കുപ്പായം ഇട്ട് പള്ളിയിൽ പോകുമ്പോ നമുക്കൊരു ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കാൻ ഞാൻ നിന്നു തരില്ല. എങ്കിൽ ഞാൻ നിന്റെ കുപ്പായം പെരുന്നാളിന് ഒളിപ്പിച്ചു വെക്കും, നോക്കിക്കോ. ആ, അയ്യടാ, ഇത് ഞാൻ അലമാരയിൽ പൂട്ടി വെക്കും, ഇത്താത്തക്ക് കിട്ടില്ല. ഓ പിന്നെ, നിന്റെ കുപ്പായം ഞാൻ ഇട്ടോണ്ട് പോകും പെരുന്നാളിനു. അയ്യേ, അപ്പൊ ഇത്താത്ത ആൺകുട്ടി ആവില്ലേ? ആൺകുട്ടികളുടെ കുപ്പായം പെൺകുട്ടികൾ ഇടുവോ? ഉപ്പ, പിന്നിലുള്ള ആ കാർ ഓവർടേക്ക് ചെയ്ത് മുമ്പിലെത്തി. വേഗം വേഗം, നമുക്കതിന്റെ മുന്നിലെത്തണം. നമ്മുടെ വണ്ടി ഇപ്പൊ മുമ്പിൽ തന്നെയാണല്ലോ അലി. അതെങ്ങനെ? നമ്മുടെ ബാക്കിൽ മറ്റൊരു കാർ വരുന്നത് കണ്ടോ? അപ്പൊ നമ്മളല്ലേ മുമ്പിൽ? ഉപ്പ, നമ്മുടെ വണ്ടി നല്ല സ്പീഡിൽ പോകട്ടെ. നമ്മുടെ മുമ്പിലുള്ള കാറിനെ തോൽപ്പിച്ച് അവരുടെ മുമ്പിലെത്തണം. വേഗം വേഗം. അവര് പോയിക്കോട്ടെ മോനെ, നമുക്ക് തിരക്കൊന്നുമില്ലല്ലോ. ധൃതി പിശാചിൽ നിന്നുള്ളതാണെന്നാ നബി പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തിരക്കാ, വേഗം പോണം. വേഗം പോയിട്ട് കളിക്കാനല്ലേ? എങ്കിൽ ഉപ്പച്ചി നല്ലൊരു കഥ പറഞ്ഞു തരുമോ? ശരി ശരി ശരി, ഞാൻ നല്ലൊരു കഥ പറഞ്ഞു തരാം. ഹായ് കഥ. അലിമോനെ, ഇങ്ങോട്ട് അടുത്തിരുന്നോളൂ. ഒരിക്കൽ പ്രവാചകന്റെ വീട്ടിൽ പണക്കാരിയായ ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീ വലിയ വീട്ടിൽ നിന്നാണ് വരുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് വളരെ ചെറുതായിരുന്നു. സൗകര്യങ്ങളൊക്കെ വളരെ കുറവ്. കട്ടിലിൽ ഒരു നല്ല വിരിപ്പ് പോലും ഉണ്ടായിരുന്നില്ല. പ്രവാചകരുടെ വീട്ടിലെ അവസ്ഥ കണ്ട് അവൾക്ക് സങ്കടമായി. ആ സ്ത്രീ തിരിച്ചുപോയി. പിന്നെ നല്ല വില കൂടിയ പുതപ്പും കിടക്കയുമൊക്കെ വാങ്ങി പ്രവാചകന്റെ വീട്ടിലേക്ക് കൊടുത്തയച്ചു. നബി പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അത് വാങ്ങി കട്ടിലിൽ വിരിച്ചു. അല്പം കഴിഞ്ഞ് പ്രവാചകൻ വീട്ടിലേക്ക് കയറി വന്നു. കട്ടിലിൽ പുതിയ കിടക്കയും വിരിപ്പും കണ്ട് പ്രവാചകൻ അത്ഭുതപ്പെട്ടു. ആരാണിതെല്ലാം ഇവിടെ കൊണ്ടുവന്നത്? പ്രവാചകൻ ചോദിച്ചു. ആയിഷ ബീവി കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ നബി തിരുമേനി പറഞ്ഞു, ആഡംബരം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇതെല്ലാം എടുത്തു മാറ്റൂ. ഒരു യാത്രയിൽ ഇടയ്ക്ക് വിശ്രമിക്കാനുള്ള ഒരിടം പോലെയാണ് ഈ ലോകം. അല്പനേരം കഴിഞ്ഞാൽ യാത്ര തുടരേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ ലളിതമായ സൗകര്യങ്ങൾ മതിയെന്നും നബി പറഞ്ഞു. ഇതിൽ നിന്ന് മോൾക്ക് എന്ത് മനസ്സിലായി? നബി ലളിതമായ ജീവിതമായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നതെന്ന് മനസ്സിലായി. അതെ, അതുകൊണ്ട് നമ്മളും ലളിതമായി ജീവിക്കണം, അല്ലേ മോളെ? ഒരു വീട്ടിൽ 3 പേരുണ്ടെങ്കിൽ അവർക്ക് 3 പേർക്കും 3 പുതപ്പ് മതി. വിരുന്നുകാരൻ വരുമ്പോൾ ഒരു പുതപ്പ് അയാൾക്കും. അപ്പോ ആകെ എത്രയായി? 4 പുതപ്പ്. അതിനു പുറമെ 5ാമതൊരു പുതപ്പുണ്ടെങ്കിൽ അത് പിശാചിനുള്ളതാണെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ആവശ്യമില്ലാതെ ഒരുപാട് സാധനങ്ങളും വസ്ത്രങ്ങളും ഒന്നും വാങ്ങിവെക്കരുതെന്ന് ഉപ്പ പറയുന്നത് അതുകൊണ്ടാ. ഓക്കേ? വിരുന്നുകാരൻ വരുമ്പോ കൊടുക്കാനാണോ ഒരു പുതപ്പ്? കുറേ വിരുന്നുകാർ വന്നാലോ? അപ്പോഴോ? അപ്പോൾ നാം നമ്മുടെ പുതപ്പ് കൂടി അവർക്ക് കൊടുക്കണം. 1 or 2 ദിവസത്തേക്കല്ലേ? കുറേ വിരുന്നുകാർ കുറേ ദിവസം നിന്നാലോ? അങ്ങനെയാണെങ്കിൽ വിരുന്നുകാർ തന്നെ പുതപ്പും കൊണ്ടുവരണം. അലി തോറ്റേ. റിമോട്ട് തരാനാ പറഞ്ഞത്.
റിമോട്ട് തരുന്നില്ല. ടെൻഡടേൻ. എന്താ അലി? നോമ്പ് തുടങ്ങിയ കുറെ സമയം TV കണ്ടോണ്ടിരിക്കരുതെന്നാ ഉമ്മ പറഞ്ഞത്. അതിന് നോമ്പ് തുടങ്ങിയില്ലല്ലോ. മര്യാദക്ക് താ. നോമ്പ് നാളെ തുടങ്ങുമല്ലോ. അപ്പൊ നീ കമ്പ്യൂട്ടർ ഗെയിം കളിച്ചതോ? അതും ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ടല്ലോ. ശരി ശരി ശരി, വഴക്ക് കൂടണ്ട. മോളിങ്ങോട്ട് വാ. ദാ ഇവിടെ ഇരിക്കെ. ആ, ഉമ്മ നിങ്ങളോട് കുറെ നേരം TV കാണരുതെന്നും ഗെയിം കളിക്കരുതെന്നും ഒക്കെ പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? എന്തിനാ? നമ്മുടെ വിലപ്പെട്ട സമയം പാഴാവാതിരിക്കാൻ. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു തീർക്കാനാണ് നാം സമയം ചെലവഴിക്കേണ്ടത്. അങ്ങനെയുള്ളവർക്കാണ് സ്വർഗം ലഭിക്കുക. അതുകൊണ്ടാണ് അനാവശ്യ കാര്യത്തിന് സമയം ചെലവഴിക്കരുതെന്ന് പറയാൻ കാരണം. മനസ്സിലായോ? നമ്മുടെ സമയം എന്തിനാണ് ചെലവഴിച്ചതെന്ന് അള്ളാഹു നമ്മോട് ചോദിക്കും, അല്ലേ ഉപ്പ? തീർച്ചയായും ചോദിക്കും. അപ്പോ സമയം പാഴാക്കാൻ പാടില്ല, അല്ലേ ഉപ്പ? അപ്പൊ കളിക്കാനൊന്നും പറ്റില്ലേ? അതിനെന്താ, കളിക്കാം. പക്ഷേ അത് മാത്രമാവരുത് ആകെയുള്ള പണി. ചിലരുണ്ട് നോമ്പെടുത്ത് വെറുതെ നേരം പോക്കും. റമളാനിലെ സമയം വെറുതെ പാഴാക്കാനുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ റമളാനിൽ പിന്നെ എന്താ ചെയ്യാ? റമളാനിൽ ചെയ്യാൻ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ട്. ഖുർആൻ മനഃപാഠമാക്കാം, ഖുർആൻ അർത്ഥം പഠിക്കാം. ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ലത് വർദ്ധിപ്പിക്കുകയും അനാവശ്യമായി സമയം നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുകയും ചെയ്താൽ മതി. വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നോക്കാം, അല്ലേ ഉപ്പ? ആവാം. പക്ഷേ ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണം. നമ്മൾ ഒരു കാര്യം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്താൽ സെക്കൻഡുകൾ കൊണ്ട് അത് കോടിക്കണക്കിന് കോപ്പികളായി ലോകമെങ്ങും പ്രചരിക്കും. അത് നല്ല കാര്യമാണെങ്കിൽ അത്രയും നന്മ നമ്മൾ ഷെയർ ചെയ്തു. അത് ചീത്ത കാര്യമാണെങ്കിലോ അത്രയും തിന്മ നമ്മൾ ഷെയർ ചെയ്തു എന്നർത്ഥം. അതിൻ്റെയൊക്കെ പുണ്യത്തിൽ നിന്നും പാപത്തിൽ നിന്നും ഒരു പങ്ക് അത് ആദ്യം പോസ്റ്റ് ചെയ്തവനും ലഭിക്കും. നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്താൽ അത് വളരെ നല്ലത് തന്നെ. എന്നാൽ തെറ്റായതും ആളുകളുടെ സമയം നഷ്ടപ്പെടുത്തുന്നതുമായ യാതൊന്നും ഷെയർ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമുക്കും അവർക്കും ദോഷമേ വരുത്തുകയുള്ളൂ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നമ്മളിപ്പോൾ ഹിജ്റ മാസത്തിലെ 8ാമത്തെ മാസമായ ശഅബാനിലാണ്. നാളെയാണ് റമളാൻ 1. നാളെ മുതൽ എല്ലാ മുസ്ലിങ്ങളും നോമ്പെടുക്കണം. മുസ്ലിമായ ഒരാൾക്ക് നോമ്പ് നിർബന്ധമാണ്. ചെറിയ കുട്ടികൾ നോമ്പെടുക്കണോ? ചെറിയ കുട്ടികൾ കഴിയുന്ന രൂപത്തിലൊക്കെ നോമ്പെടുത്ത് ശീലിക്കണം. എങ്കിലേ വലുതാവുമ്പോൾ പ്രയാസം കൂടാതെ നോമ്പെടുക്കാൻ കഴിയൂ. എങ്ങനെയാ നോമ്പെടുക്കുക? പറഞ്ഞുതരാം. ആദ്യമായി നിയ്യത്ത് ചെയ്യണം. നിയ്യത്തോ? അതെന്താ? നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി മനസ്സിൽ ഉദ്ദേശിക്കുക എന്നർത്ഥം. നമ്മുടെ ഉദ്ദേശങ്ങൾക്കനുസരിച്ചാണ് അള്ളാഹു നമ്മൾക്ക് പ്രതിഫലം നൽകുക. അതെങ്ങനെ? ഉദാഹരണത്തിന്, അലി ഒരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ആ നല്ല തീരുമാനത്തിന് അള്ളാഹു ഒരു പ്രതിഫലം തരും. ആ നല്ല കാര്യം ചെയ്താൽ വേറെയും പ്രതിഫലം തരും. മനസ്സിൽ വിചാരിക്കുന്ന നന്മകൾക്ക് പോലും അള്ളാഹു പ്രതിഫലം തരുന്നു. മാഷാ അല്ലാഹ്. അപ്പോ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് അള്ളാഹുവിനു വേണ്ടി ചെയ്യുകയാണെന്ന് നിയ്യത്ത് ചെയ്യണം. അപ്പോഴേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അപ്പോ അതുകൊണ്ടാണ് നിസ്കരിക്കുമ്പോഴും ദാനം ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ നിയ്യത്ത് ചെയ്യുന്നത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും നല്ലത് വിചാരിക്കണം, അല്ലേ ഉപ്പ? പിന്നെ സുബഹ് ബാങ്കിന് മുമ്പ് അത്താഴം കഴിക്കണം. സുബഹ് ബാങ്ക് കൊടുത്താൽ പിന്നെ മഗ്രിബ് ബാങ്ക് വരെ
വെള്ളമോ ഭക്ഷണമോ ഒന്നും കഴിക്കാൻ പാടില്ല. നമ്മൾ നോമ്പുകാരായിരിക്കുമ്പോ മറ്റുള്ളവരോട് വഴക്കുകൂടാൻ പാടില്ല, കളവ് പറയാൻ പറ്റില്ല, നല്ല കാര്യങ്ങളെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പാടുള്ളൂ. മഗ്‌രിബ് ബാങ്ക് കൊടുത്താൽ ഉടൻ നോമ്പ് തുറക്കണം. ഹായ്. ഓ, നോമ്പ് തുറക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോ എന്താ സന്തോഷം. ടണ്ടണേ. അല്ല, ഇനിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? ഉറങ്ങണ്ടേ? ഞങ്ങൾ നല്ല കാര്യങ്ങളാ സംസാരിക്കുന്നത്. ഇശ നിസ്കരിച്ചു കഴിഞ്ഞാ പിന്നെ സംസാരിച്ചിരിക്കുന്നത് നമ്മുടെ നബിക്കിഷ്ടല്ലായിരുന്നു. നബി വേഗം പോയി കിടന്നുറങ്ങും. അപ്പോ ഇശാനസ്കാരം കഴിഞ്ഞാ ഉറങ്ങുന്നത് വരെ ഒന്നും മിണ്ടാൻ പാടില്ലേ? മോനെ, നേരത്തെ കിടന്നുറങ്ങുന്നതാണ് പ്രവാചകന്റെ സുന്നത്ത്. ചില ആളുകൾ വൈകി ഉറങ്ങി വൈകി എഴുന്നേൽക്കും. അങ്ങനെയാവാൻ പാടില്ല. പിന്നെ കിടക്കുമ്പോ നല്ല കാര്യങ്ങൾ ആലോചിച്ചും പ്രാർത്ഥിച്ചും വേണം കിടക്കാൻ. എങ്കിലേ നല്ല കാര്യങ്ങൾ ഓർത്തുകൊണ്ട് അടുത്ത പ്രഭാതത്തിൽ നമുക്ക് ഉണരാൻ കഴിയൂ. അലി നാളെ അത്താഴത്തിനുണരില്ലേ? ഞാനുണരൂ. ഞാൻ അലാറം വെക്കാം. എപ്പോഴാ ഉണരേണ്ടത്? സുബ്ഹ് ബാങ്ക് 5 മണിക്കാണ്. 4 മണിക്ക് അലാറം വെച്ചേക്കൂ. ഇന്ന് പെട്ടെന്ന് നേരം വെളുത്തോ? ദേ, കോഴി കൂവി. അത് കോഴി കൂവിയതല്ല, മൊബൈൽ ഫോണീന്നാ. അലാറം ടോണാ. ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ നേരം വെളുത്തെന്ന്. ഉറങ്ങുമ്പോഴെന്താ പ്രാർത്ഥിക്കേണ്ടത് ഉപ്പ? ഉപ്പ പറഞ്ഞുതരാം. മോൻ അതുപോലെ പറഞ്ഞോ കേട്ടോ. ബിസ്മിക അല്ലാഹുമ്മ അമൂത്തു വ അഹ്യാ. ബിസ്മിക അല്ലാഹുമ്മ അമൂത്തു വ അഹ്യാ എന്ന് പറഞ്ഞാൽ, അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ഞാൻ മരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം. അപ്പോ ഉണരുമ്പോഴുള്ള പ്രാർത്ഥനയോ? ആ, അത് അത്താഴത്തിന് വിളിക്കുമ്പോ ഉപ്പ പറഞ്ഞുതരാട്ടോ. ഉപ്പ, അത്താഴം കഴിച്ചില്ലെങ്കിൽ എന്താ? അത്താഴം കഴിക്കൽ സുന്നത്താണ് മോനെ. അത്താഴത്തിൽ ബർക്കത്തുണ്ടെന്നാ നബി പറഞ്ഞിരിക്കുന്നത്. ബിസ്ക്കറ്റോ? ബിസ്ക്കറ്റല്ല, ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം. ആഹാ, എന്താ സ്റ്റൈല്! അലി, അലി, എഴുന്നേൽക്ക് മോനെ. എഴുന്നേൽക്ക്. ബാങ്ക് കൊടുത്തില്ലല്ലോ ഉപ്പ. അത്താഴം കഴിക്കണ്ടേ മോനെ? വാ, എഴുന്നേൽക്ക്. അത്താഴം കഴിക്കണോ? വേണം. മോൻ എഴുന്നേറ്റിരിക്കെ. ആ, മോൻ ഉണരുമ്പോഴുള്ള പ്രാർത്ഥന ചൊല്ലിയില്ലല്ലോ? ഇല്ല, ഉപ്പ പറഞ്ഞതാ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹിന്നുശൂർ. അൽഹംദുലില്ലാഹി. ഇത് മുഴുവൻ എനിക്ക് പറയാൻ കിട്ടുന്നില്ല ഉപ്പ. സാരമില്ല, മോൻ അൽഹംദുലില്ലാഹ് എന്ന് മാത്രം പറഞ്ഞു. മുഴുവൻ പിന്നെ പഠിക്കാട്ടോ. അൽഹംദുലില്ലാഹ്.
പുതിയ കുപ്പായം ഇടാൻ കൊതിയായിട്ട് വയ്യ. നോമ്പ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഒരു മാസം കഴിയണ്ടേ? എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ ഹസ്സിൻ ഖുൽഖി കമാ ഹസ്സൻത ഖൽഖി. ആഹാ, മോന് കണ്ണാടിയിൽ നോക്കുമ്പോഴുള്ള പ്രാർത്ഥനയൊക്കെ അറിയാലോ. ഉസ്താദ് പഠിപ്പിച്ചു തന്നതാ. അതിന്റെ അർത്ഥം എന്താന്ന് അറിയോ? അർത്ഥവും പഠിച്ചിട്ടുണ്ടോ? അല്ലാഹുവേ, നീ എന്റെ രൂപം സുന്ദരമാക്കിയ പോലെ എന്റെ സ്വഭാവവും സുന്ദരമാക്കണമേ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു എന്റെ മോന് ഇരുലോകത്തും ഉപകാരപ്പെടുന്ന അറിവ് നൽകി അനുഗ്രഹിക്കട്ടെ. അലി, പള്ളിയിൽ പോകാം. ദാ വരുന്നു ഉപ്പ. പള്ളിയിൽ പോകുന്നില്ലേ? ഉപ്പച്ചി ഇവിടെ നിന്ന് നിസ്കരിക്കുന്നുണ്ടല്ലോ. അത് സുബ്ഹ് നിസ്കാരത്തിന്റെ മുമ്പുള്ള സുന്നത നിസ്കാരമാ. അത് പള്ളിയിൽ നിന്ന് നിസ്കരിച്ചാ പോരെ? മതി, പക്ഷെ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. എന്നാ ഞാനും നിസ്കരിക്കട്ടെ. ഉപ്പ, ഞാനും സുന്നത്ത് നിസ്കരിച്ചു. ഞാൻ കണ്ടു. നല്ല കുട്ടി. പിന്നെ നിസ്കരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കരുത്. സുജൂദ് ചെയ്യുന്നിടത്തേക്ക് മാത്രമേ നോക്കാവൂ, കേട്ടോ? അപ്പൊ എങ്ങനെയാ ഞാൻ നോക്കുന്നത് ഉപ്പ കണ്ടത്? ഉപ്പയും തിരിഞ്ഞു നോക്കിയിട്ടുണ്ട് അല്ലേ? ഉപ്പ നമസ്കരിച്ചു കഴിഞ്ഞപ്പോഴാ മോൻ നമസ്കരിക്കുന്നത് കണ്ടത്. ഉമ്മ, ഞാൻ മദ്രസയിൽ പോകുന്നു. അലി എവിടെ? അവൻ സൈക്കിളിൽ വരാന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. വാ, നമുക്ക് പോവാം. ഉമ്മ, അലി. ഉമ്മ, ഞാൻ പോവാ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. മോനെ, സൂക്ഷിച്ചു പോണേ. ശരി ഉമ്മ. പൂച്ചക്കുട്ട, എന്റെ കൂടെ മദ്രസയിൽ വരുന്നോ? നിനക്ക് അൽഫുബ പഠിപ്പിച്ചു തരാം. ഇതേതക്ഷരം? അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അല്ലാ,
ആ ഇന്ന് പുതിയൊരു കൂട്ടുകാരനുണ്ട് കേട്ടോ. എന്താ മോന്റെ പേര്? സാലിം. സാലിം, ഇരുന്നോളൂ. ആ, നിങ്ങളിൽ ആരൊക്കെ നോമ്പെടുത്തിട്ടുണ്ട്? ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്. എല്ലാരും നോമ്പെടുത്തിട്ടുണ്ട്. നമ്മൾ നോമ്പെടുക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമുക്ക് സ്വർഗം കിട്ടാൻ. ആ അതെ, നോമ്പെടുക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ നിങ്ങൾക്ക്? എന്താ? പറഞ്ഞു തരാം. നോമ്പെടുത്താൽ നമുക്ക് നല്ല വിശപ്പനുഭവപ്പെടാറില്ലേ? നോമ്പില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് നല്ല ഭക്ഷണം കിട്ടും. പിന്നെ വയറ് നിറച്ച് കഴിച്ചിട്ട് നമ്മൾ കളിക്കാൻ പോകും, അല്ലേ? അപ്പോൾ വിശപ്പ് എന്താണെന്ന് നമ്മൾ അറിയുന്നേയില്ല. എന്നാൽ ആവശ്യത്തിന് ഭക്ഷണം കിട്ടാത്ത എത്രയോ മനുഷ്യരുണ്ട് ഈ ലോകത്ത്. വെള്ളം കിട്ടാത്തവർ, നല്ല വസ്ത്രങ്ങളില്ലാത്തവർ, അങ്ങനെ പലരും. അങ്ങനെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുടെ പ്രയാസങ്ങൾ അനുഭവിച്ചറിയാനും അവരെ സഹായിക്കണമെന്നുള്ള വിചാരമുണ്ടാവാനും നോമ്പെടുക്കുന്നതിലൂടെ നമുക്ക് സാധിക്കണം. മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഭക്ഷണവും വെള്ളവും വായുവും എല്ലാം വേണം. ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനാവില്ല. ഇതൊക്കെ ആരാണ് നമുക്ക് തരുന്നത്? അല്ലാഹു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും നന്ദി കാണിക്കേണ്ടതും നമ്മെ പോറ്റി വളർത്തുന്ന അല്ലാഹുവിനെയാണ്. പിന്നെ ആരോടാണ് നാം ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ടതെന്ന് അറിയാമോ? മാതാപിതാക്കളോട്. അതെ, മാതാപിതാക്കൾ നമ്മെ ഏറെ പ്രയാസപ്പെട്ടാണ് വളർത്തി വലുതാക്കുന്നത്. നമുക്ക് ആഹാരവും ഉടുപ്പുകളും എല്ലാം ഒരുക്കി തരുന്നത് മാതാപിതാക്കളാണ്. നമ്മെ ഏറെ വാത്സല്യത്തോടെ നോക്കി വളർത്തുന്ന മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന യാതൊന്നും നമ്മൾ പറയാനോ ചെയ്യാനോ പാടില്ല. അവർ വൃദ്ധരാവുമ്പോൾ അവർക്ക് വേദനയുണ്ടാക്കുന്ന ചെറിയ വാക്കുപോലും പറയരുതെന്നാ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. സ്വന്തം മക്കൾക്ക് വേണ്ടി അവർ എന്തെല്ലാം കഷ്ടപ്പാടുകളാണ് സഹിക്കുന്നതെന്നറിയാമോ? ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക്. ഒരിക്കൽ സത്യവിശ്വാസികളുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ഒരു സ്ത്രീ വന്നു. അവരുടെ 2 കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ആയിഷ ബീവി അവർക്ക് 3 ഈത്തപ്പഴങ്ങൾ കൊടുത്തു. ആ ഉമ്മ 2 എണ്ണം കുട്ടികൾക്ക് കൊടുത്തു. 3-ാമത്തെ ഈത്തപ്പഴവും കയ്യിലെടുക്കുന്നത് കണ്ടപ്പോൾ ആ ഉമ്മ അത് കഴിക്കുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ ആ ഉമ്മ എന്തു ചെയ്തെന്നോ? 2 കഷ്ണമാക്കി അതും കുട്ടികൾക്ക് തന്നെ കൊടുത്തു. നല്ല വിശപ്പുണ്ടായിട്ടും ആ ഉമ്മ ഒരു കഷ്ണം പോലും കഴിച്ചില്ല. അത്രയ്ക്ക് വാത്സല്യവും കരുണയുമുള്ള ആ ഉമ്മയ്ക്ക് സ്വർഗമാണുള്ളതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നമുക്കൊരു വിഷമവും വരുന്നത് അവർക്ക് സഹിക്കില്ല. മക്കൾക്ക് നല്ലത് വരണമെന്ന് അവർ പ്രാർത്ഥിക്കുന്നു. നമ്മൾ നല്ലവരായി വളരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു, അല്ലേ? അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി മനസ്സൊരുക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഉസ്താദ്, എന്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥന ഞാൻ പറഞ്ഞുതരാം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ എന്ന് പറഞ്ഞ, നാഥ, എന്നെ ചെറുപ്പത്തിൽ അവർ പരിപാലിച്ചു വളർത്തിയ പോലെ അവർക്ക് 2 പേർക്കും നീ കരുണ ചൊരിയണമേ എന്നർത്ഥം. നിസ്കരിച്ചു കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതും പ്രാർത്ഥിക്കാം, അല്ലേ ഉസ്താദ്? തീർച്ചയായും 5 നേരവും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, നിങ്ങളും കൂടെ പറഞ്ഞോളൂ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ.
ആയിഷ, നീ എവിടെ പോയതായിരുന്നു? പറയൂ, താങ്കൾ എന്തിനാണ് ഹനാന്റെ വീട്ടിൽ പോയത് എന്നാണ് ഉമ്മ ചോദിക്കുന്നത്. പുസ്തകം വാങ്ങാൻ പോയതാ ഉമ്മ? ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ മദ്രസയിലെ സാലിമിനെ പറ്റി? ഞങ്ങൾ അവന്റെ വീട് കണ്ടു. ചെറിയ വീടാ. പാവം കുട്ടിയാട്ടോ സാലിം. അവന് ഉമ്മ മാത്രമേ ഉള്ളൂ. അവിടെ വേറെ ആരുമില്ലേ? ഇല്ല, അവന്റെ ഉമ്മ വീട്ടുജോലിക്ക് പോവാറാണത്രേ. അവന്റെ ഉമ്മയാണെങ്കിൽ പനിയായിട്ട് കിടപ്പില്ല. പെരുന്നാളായിട്ട് സാലിമിന് പുതിയ ഉടുപ്പുകളൊന്നും വാങ്ങിയിട്ടില്ല. എവിടെയാ അവന്റെ വീട്? ഹനാന്റെ വീടിന്റെ അടുത്തൂടെ ഒരു ഇടവഴിയില്ലേ, അതിലൂടെ നേരെ പോയാൽ ഒരു ചെറിയ വീട് കാണാം. അവിടെയാ. ഉമ്മ, ഞാൻ പള്ളിയിൽ പോവാ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അലിയുടെ കുപ്പായും പാൻസൊക്കെ എവിടെ പോയി? നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ എവിടൊക്കെ നോക്കി, എവിടെയും കാണുന്നില്ല. കാണുന്നില്ലേ? ചിലപ്പോ ഇത്താത്ത എടുത്തിട്ടുണ്ടാവും. അന്ന് കാറിൽ വരുമ്പോ പറഞ്ഞിട്ടില്ലായിരുന്നോ ഇത്താത്ത ഒളിപ്പിച്ചു വെക്കുന്നേ? അല്ല, ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ആ കുപ്പായും പാൻസൊക്കെ എവിടെ പോയി? ആ കുപ്പായം പെരുന്നാക്കിടാൻ എന്റെ കുട്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാ. അലി, അലമാറയിലെ കുപ്പായം എവിടെ പോയി? ഉപ്പയോട് പറ മോനെ. ഞാനത് കൊടുത്തു. കൊടുത്തെന്നോ? ആർക്ക്? സാലിമിന്. സാലിമിനോ? എന്തിന്? സാലിം പാവല്ലേ, അവന് പെരുന്നാളിന് കുപ്പായ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഞാൻ എന്റേത് കൊടുത്തു. പുതിയ കുപ്പായോ? നമുക്കിഷ്ടപ്പെട്ടത് മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നല്ലേ? ഉപ്പാന്റെ പൊന്നുമോൻ. അലി, അപ്പോ ഇനി നാളെ ഏത് കുപ്പായിടും? എനിക്ക് പഴയത് മതി. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ആഹാ, അകത്തേക്ക് വന്നോളൂ. അലിമോനെ. അലി ആളും മിടുക്കനാ കേട്ടോ. ഇപ്രാവശ്യം സാലിമോന് പെരുന്നാളിനിടാനുള്ള ഡ്രസ്സ് അലിമോന്റെ വകയാ. ഉപ്പൂപ്പ എങ്ങനെ അറിഞ്ഞു? ഞാൻ സാലിമിന്റെ വീട്ടിൽ പോയിരുന്നു പെരുന്നാൾ കിറ്റ് കൊടുക്കാൻ. സാലിമിന്റെ ഉമ്മ എല്ലാം പറഞ്ഞു. അലിമോൻ വന്നതും ചങ്ങാതിക്ക് കുപ്പായ സമ്മാനം കൊടുത്തതും എല്ലാം. അപ്പോ സാലിമിനൊരാഗ്രഹം, അവന് വേണ്ടി ഞാൻ വാങ്ങിയ കുപ്പായം അവന് തന്നെ അലിക്ക് കൊടുക്കണമെന്ന്. അതുകൊണ്ട് അവനെയും കൂട്ടി വന്നതാ.
അലിമോൻ അവന് ഏറ്റവും ഇഷ്ടമുള്ള കുപ്പായം സാലിമോന് കൊടുത്തില്ലേ? എത്ര നല്ല കുട്ടിയാ നമ്മുടെ അലിമോൻ. ഇപ്രാവശ്യം ഉപ്പാന തോൽപ്പിച്ചിരിക്കുന്നു അലി. ഈ റമളാനിൽ അലിമോൻ വലിയ പുണ്യം നേടിയിരിക്കുന്നു. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. അലിമോനെ തുറന്നു നോക്ക്. മാഷാ അല്ലാഹ്. ഈ കുപ്പായത്തിനല്ലേ അലി അന്ന് വാശി പിടിച്ചിരുന്നേ? ആ, ഇത് തന്നെ. സാലിം, ഒരു കാര്യം കേൾക്കണോ? സാലിമിനെ എനിക്ക് വലിയ ഇഷ്ടാ. പെരുന്നാളിന് അലിമോൻ പുതിയ കുപ്പായമിട്ട് പള്ളിയിൽ പോകുമ്പോ നമുക്കൊരു ഫോട്ടോ എടുക്കണം. മുറ്റത്തെ തൈമുല്ലപ്പൂക്കൾ, ഞങ്ങൾ മുറ്റത്തെ തൈമുല്ലപ്പൂക്കൾ, മുത്തിൻ വർണ്ണങ്ങൾ പോലെ തിളങ്ങും മന്ദാരപ്പൂവിന്തളങ്ങൾ, ഞങ്ങൾ നന്മയുടെ നറുമണപ്പൂക്കൾ, നന്മതൻ പൂക്കൾ ഞങ്ങൾ, എങ്ങും നറുമണം വിതറും വർണ്ണങ്ങൾ, നല്ല ശീലങ്ങൾ നൽകി ഞങ്ങളെ നല്ലവരായി വളർത്തിയിടണേ നാഥ, നല്ലവരായി വളർത്തിയിടണേ. നല്ലതു മാത്രം പറയാനും നല്ല കാര്യങ്ങൾ കേട്ടു പഠിക്കാനും, നന്മ നിറഞ്ഞവരാകാനും തിന്മയെല്ലാം വെടിഞ്ഞവരാകാനും, യാ സുബ്ഹാൻ അല്ലാഹ്, യാ സുബ്ഹാൻ, യാ സുബ്ഹാൻ അല്ലാഹ്, യാ സുബ്ഹാൻ. സൗഭാഗ്യം ഞങ്ങളിലേക്കിടണേ, എന്നും സന്മാർഗത്തിൻ വഴി കാണിക്കണേ, എന്നും സന്മാർഗത്തിൻ വഴി കാണിക്കണേ. നന്മതൻ പൂക്കൾ ഞങ്ങൾ, എങ്ങും നറുമണം വിതറും വർണ്ണങ്ങൾ, നല്ല ശീലങ്ങൾ നൽകി ഞങ്ങളെ നല്ലവരായി വളർത്തിയിടണേ നാഥ, നല്ലവരായി വളർത്തിയിടണേ. മാതൃക ജീവിതം കാണിക്കും മാന്യമാതാപിതാക്കൾ, ഗുരുനാഥന്മാർ
റഹ്മത്തിൻ വാതിൽ തുറന്നിടണേ, എന്നും റാഹത്തിലായി നടത്തിയിടണേ, എന്നും റാഹത്തിലായി നടത്തിയിടണേ. മുറ്റത്തെ തൈമുല്ലപ്പൂക്കൾ, ഞങ്ങൾ മുറ്റത്തെ തൈമുല്ലപ്പൂക്കൾ, മുത്തിൻ വർണ്ണങ്ങൾ പോലെ തിളങ്ങും മന്ദാര പൂവിന്തളങ്ങൾ, ഞങ്ങൾ നന്മയുടെ നറുമണപ്പൂക്കൾ. നന്മ തൻ പൂക്കൾ ഞങ്ങൾ, എന്നും നറുമണം വിതറും വർണ്ണങ്ങൾ. നല്ല ശീലങ്ങൾ നൽകി ഞങ്ങളെ നല്ലവരായി വളർത്തിയിടണേ നാഥ, നല്ലവരായി